മോത്തി അദ്ദേഹം ഇപ്പോൾ ഈ കൊച്ചിയിലാണോ തിരുവനന്തപുരത്താണോ എന്ന കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ കൊച്ചിയിലുള്ള വീട്ടിലില്ല എന്നാണ്. വെണ്ണലയ്ക്ക് സമീപമുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ അന്വേഷിച്ചപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവിടെ അദ്ദേഹം 2 ദിവസം മുൻപ് എത്തിയിരുന്നു എന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ എത്തി അവിടെ നിന്നും മടങ്ങുകയായിരുന്നു. അത് തിരുവനന്തപുരത്തേക്കാണോ അതോ കൊച്ചിയിൽ തന്നെ മറ്റെവിടെങ്കിലും ആണോ എന്ന കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുമ്പോഴും ലഭിക്കുന്നില്ല. ഈ അപകടം ഉണ്ടായതിനു ശേഷം കുവൈറ്റ് ഭരണകൂടം ഉൾപ്പെടെ ഈ കെട്ടിടത്തിൻ്റെ ഉടമയെ പ്രതികൂട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രതികരണം നടത്തിയിരുന്നു. അതായത് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ കമ്പനി പറയുന്നത് എല്ലാ നിയമ നടപടികൾക്കും ശേഷമാണ്, അല്ലെങ്കിൽ നിയമപ്രകാരമാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളതെന്നും ഈ തൊഴിലാളികൾക്ക് എല്ലാവർക്കും തങ്ങുന്നതിന് ശീതീകരിച്ച മുറികൾ തന്നെയാണ് മികച്ച സൗകര്യത്തിൽ ഒരുക്കിയിട്ടുള്ളതെന്നും കമ്പനി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഉടമ KG എബ്രഹാം അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹം ഇവിടെ ഇല്ല എന്നുള്ളതാണ് വിവരം. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ മരണപ്പെട്ട എല്ലാവരുടെയും കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അതുപോലെ തന്നെ അവരുടെ ചികിത്സ അല്ലെങ്കിൽ മറ്റ് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉടൻ അറിയിപ്പ് നൽകുമെന്നുമാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കമ്പനിയുടെ എല്ലാ യൂണിറ്റിലും നിലവിൽ പ്രവർത്തനമൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി നമുക്ക് ഈ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കൊച്ചിയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഈ കമ്പനിയുടെ ഉടമയായ KG എബ്രഹാം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അദ്ദേഹം ഇവിടെയാണോ തിരുവനന്തപുരത്താണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. 2 ദിവസം മുൻപ് അദ്ദേഹം ഈ കൊച്ചിയിൽ എത്തിയിരുന്നു എന്നും ആണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. മോത്തി. ശരി ആദിത്യൻ ഓമനക്കുട്ടൻ.